നൃത്തത്തിനോട് മാത്രമായിട്ടല്ല, ഇൻ ജനറൽ പറയുകയാണെങ്കിൽ യു ആർ എ ഫൈറ്റർ. ഇപ്പം നമ്മൾ ഓട്ട് കമ്പനി ബിസിനസ് തുടങ്ങിയെടുത്ത് തൊട്ടാണെങ്കിലും ചിരിക്കുന്ന, ഇപ്പം ബിസിനസ് ഇല്ലല്ലോ അല്ലേ? അല്ല, ബിസിനസ് വീട്ടുകാർക്കുണ്ട്, അപ്പനില്ല. അപ്പൻ അനിയന്മാരൊക്കെ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതൊരു കഥയാണ്. ഞാൻ ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഫൈനൽ ഇയർ ആയപ്പോൾ എന്തായാലും എഞ്ചിനീയർ പാസ്സാവാൻ പറ്റിയില്ല. 7 വർഷം എടുത്തിട്ടാണ് ഞാൻ പാസ് ചെയ്തത്. സോ ഫൈനൽ ഇയറിൽ ഞാൻ അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ശരി എന്നാൽ പിന്നെ ബിസിനസ്സിലോട്ട് കയറാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ എൻ്റെ അപ്പൻ്റെ അനിയൻ പേപ്പർ എന്ന് വിളിക്കും, അപ്പോൾ പുള്ളിക്കാരനും ഞാനുമായിട്ട് പളനിയിലൊരു 8 ഏക്കർ സ്ഥലം വാങ്ങിച്ച് കുറച്ച് കൃഷിയും കുറച്ച് ഊട്ട് പരിപാടിയും ചെയ്യാൻ വെച്ചു. ഈ പളനിയിൽ നമ്മളെടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ക്കരപ്പട്ടി ചിന്നഗാന്ധിപുരം എന്ന് പറയും. അവിടെ ചട്ടമ്പിനാട്, മമ്മൂക്കയുടെ ചട്ടമ്പിനാട് എടുത്ത സ്ഥലമാണ്. അതിലെ ആ ജമീൻ കുടുംബം കാണിക്കില്ല, മമ്മൂക്കയുടെ വീട് കാണിക്കത്തില്ല. അപ്പം അവരുടെ നിന്നാണ് നമ്മൾ ആ സ്ഥലം എടുത്തത്. അപ്പം ഞങ്ങൾ ആ സ്ഥലം നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയ സമയത്തൊക്കെയും ആൾക്കാർ നമ്മൾ സിനിമ ലൊക്കേഷൻ കാണാവുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഈ വോട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം നോക്കി പോയ ആൾക്കാരാണ്. അപ്പം അങ്ങനെ അപ്പം തുടങ്ങിയിട്ട് ഈ സിനിമയും പരിപാടികളൊക്കെ എനിക്ക് തോന്നുന്നത് അതെപ്പോഴും സിനിമ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഇപ്പോൾ സംസാരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സിനിമ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ കുറച്ചും കൂടി അള്ളി പിടിക്കാത്തായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇനിയിപ്പോൾ അള്ളി പിടിക്കാൻ തുടങ്ങണം. ഐ തിങ്ക് സോ. ഇനി കുറച്ചും കൂടി കൂടുതൽ ഇപ്പം നമ്മളിങ്ങനെ ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഐ തിങ്ക് എപ്പോഴും സിനിമ വാസ് ദെയർ ഇൻ മൈ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? സോ ഐ തിങ്ക് അപ്പോൾ ആ സമയത്ത് തുടങ്ങിയിട്ട് തന്നെ സിനിമയ്ക്ക് എന്നെ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരുപാട് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് സിനിമ ആവശ്യമാണെന്നുള്ളത് എനിക്ക് അറിയുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഓരോരോ ഘട്ടങ്ങളിലാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും സിനിമയായിരുന്നു. ചെറുപ്പം തുടങ്ങിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സിനിമയായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതെപ്പോഴും അത് നമ്മുടെ ഔട്ടർ ലെയറിനകത്ത്. അതെ, സ്റ്റബേൺ ഹാർട്ടിൻ്റെ എപ്പോഴും യൂണിവേഴ്സ് നെവർ ഫെയിൽസ് എ സ്റ്റബേൺ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. സോ സിനിമ വാസ് ഓൾവേസ് ദെയർ ഇൻ മൈ ബാക്ക്ഗ്രൗണ്ട്. അപ്പം മമ്മൂക്ക എൻ്റെ അടുത്ത് വളരെ ഒരു ഗംഭീര ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബ്രാമിൻ്റെ സന്തതികളുടെ റിലീസ് ഗംഭീര വിജയമായിരുന്നു. അപ്പോൾ വിജയം കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഐ എം സ്റ്റിൽ എ ഫാൻ ഓഫ് മമ്മൂക്ക. വെൻ ഐ വാച്ച് മൂവീസ്, സിനിമകൾ കാണുമ്പോൾ ഞാൻ ആ 70mm കാണുന്ന ആൾക്കാരുടെ ഫാനാണ് ഇപ്പോഴും. ഞാൻ എൻ്റെയും ഫാനാണ്. സോ അപ്പം അങ്ങനെ ഞാനങ്ങനെ മമ്മൂക്കേനെ അബ്രാമിൻ്റെ സന്ധ്യയിലൊക്കെ കണ്ട് ഞാൻ പുറത്തിറങ്ങി ജയ് വിളിച്ച് ഞാൻ മമ്മൂക്കയുടെ ഒന്ന് കാണണം, തിരിച്ചൊന്ന് പോയി കാണണം, മമ്മൂക്ക ഈ സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്, ഭയങ്കര റെസ്പോൺസ് ആണെന്നൊക്കെ പറയാൻ വേണ്ടി അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് വിളിച്ചിട്ട് നമുക്ക് പറയുന്നത് വീട്ടിൽ പാടാം എന്നിട്ട് അങ്ങനെ വീട്ടിൽ പോകുന്നു. അപ്പം വീട്ടിൽ പോയപ്പോൾ ഞാനിത് കുറച്ച് സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം. ബിക്കോസ് ഇത് എപ്പോഴും പറയാൻ തോന്നുന്ന ഒരു സാധനമാണ് ഈ പോർഷൻ മാത്രം. പക്ഷേ വേറൊരു സാധനം ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മമ്മൂക്ക അപ്പോൾ അവിടെ ഇരുന്ന് യാത്ര എന്ന് പറഞ്ഞ സിനിമയുടെ ഡയലോഗ്സ് ഒക്കെ മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഇരിപ്പുണ്ട്. സോ പുള്ളിക്കാരൻ ഈ വിജയത്തിൻ്റെ നടുക്കിലും പുള്ളിക്കാരൻ ഈ സാധനം നെക്സ്റ്റിലോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കണ്ട് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. എത്രയോ പുരസ്കാരങ്ങൾ, എത്രയോ ക്യാരക്ടേഴ്സ്, എത്രയോ രീതിയിലുള്ള ക്യാരക്ടർ, അൺടച്ചബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മമ്മൂക്ക ചെയ്തേക്കുന്നത്. സോ മിനിക്കാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. സോ അത് വലിയൊരു സംഭവമാണ്. ഞാനൊന്നും ഐ എം നോട്ട് ടാലൻറ്റഡ്. ഞാൻ ചെറുപ്പം തുടങ്ങിയിട്ട് അങ്ങനത്തെ ടാലൻറ്റോ പരിപാടികളൊന്നും ഇല്ലാത്തൊരു പയ്യനാണ്. അപ്പോൾ എനിക്ക് മമ്മൂക്ക അത്രയും വലിയൊരു ഇൻസ്പിറേഷനാണ്. ബിക്കോസ് പുള്ളിയുടെ ആഗ്രഹമാണ് പുള്ളിക്കാരനെ ഇങ്ങനെ ഇന്ന് ഇത്രയൊരു ലെവലിലോട്ട് കൊണ്ടുവന്നേക്കുന്നത്. സോ അങ്ങനെ ആഗ്രഹിക്കാമല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് അന്ന് കണ്ടപ്പോൾ മനസ്സിലായി. ഇത്രയും വലിയൊരു വിജയമായിട്ടും പുള്ളിക്കാരൻ അടുത്തൊരു അന്യഭാഷ സിനിമയിൽ പോയി ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ഇത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എനിക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു സാധനം എടുത്തു. ഓക്കെ, നമ്മൾ ഇങ്ങനെ ചെയ്യണം, അടുത്തടുത്ത സിനിമകളിനകത്ത് നമ്മളിങ്ങനെ വർക്ക് ചെയ്യണം, നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. ഇങ്ങനെയാണ് ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ചെയ്യുമ്പോൾ നമ്മൾ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിനേക്കാൾ ഒരു 100 മടങ്ങ് ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്കൊരു ആഗ്രഹം വന്നു. പിന്നീടാണ് ഞാൻ ഗാംബ്ലർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തത്. അപ്പോൾ ആ സിനിമ തിയേറ്ററിൽ വർക്കായില്ല. ബിക്കോസ് അതൊരു ഫസ്റ്റ് സൂപ്പർ ഹീറോ സിനിമയാണ്.
പ്രദർശിക്കപ്പെട്ടു, അതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങൾക്കും. പക്ഷേ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരു സൂപ്പർ ഹീറോ പടമല്ലെന്നും അതൊരു ഫാമിലി സിനിമയാണെന്നും അതിനകത്ത് സൂപ്പർ ഹീറോ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ഹാർഡ്ലി 30-40 സെക്കൻഡ്സ് ഉള്ളൊരു എലമെൻറ്റ് മാത്രമാണ്. പക്ഷേ അഗെയിൻ മാർക്കറ്റിംഗ്, യുനോ, മാർക്കറ്റിംഗ് ക്യാൻ ഗോ, ഫോൾസ് മാർക്കറ്റിംഗ് ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ ആൾക്കാരെ പ്രതീക്ഷ കൊടുത്ത് അതൊരു സൂപ്പർ ഹീറോ സിനിമയായിട്ടാണ്. എന്നിട്ട് ആൾക്കാർ വന്ന് തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ അത് സൂപ്പർ ഹീറോ സിനിമയല്ല. അപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ഹാവ് എ ബാക്ക് ഫയർ. അപ്പോൾ റോങ് മാർക്കറ്റിംഗ് ഇസ് ഓൾസോ ബാഡ്. ഞാൻ പറഞ്ഞത് ദുൽഖറാണ് അതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. അപ്പോൾ ദുൽഖറിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സൂപ്പർ ഹീറോ സിനിമയല്ല എന്ന് പറഞ്ഞിട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട് ദുൽഖർ പോലും അതിനെ വിത്ത് എ സ്മോൾ എലമെൻറ്റ് ഓഫ് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പോസ്റ്റേഴ്സും കാര്യങ്ങളിലൊക്കെയും നമ്മൾ ഈ സൂപ്പർ ഹീറോയിനെ വെച്ചിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആൾക്കാർക്കൊരു റോങ് ഇൻഫർമേഷനാണ് പോയി. ആ സിനിമ തിയേറ്ററിൽ വർക്കായില്ല. അതൊരു ജേർണി ഓഫ് എ ഫാദറാണ് ബേസിക്കലി. ഒരു ഫാമിലിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഒരു പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പോലത്തേക്ക് ഒരു സിനിമയാണ്. ഇറ്റ്സ് നോട്ട് എ സൂപ്പർ ഹീറോ മൂവി അറ്റ് ഓൾ. അപ്പോൾ അത് വർക്കാവാത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് പിന്നെ മമ്മൂക്കി അടുത്ത കാര്യം പറഞ്ഞപ്പോൾ മമ്മൂക്കി നീ നിൻ്റെ ബെസ്റ്റ് ചെയ്തു അല്ലേ, ആ ബെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ അവിടുത്തെ കാര്യം വിട്ടിട്ട് അതിൻ്റെ വിജയ പരാജയങ്ങൾ നീ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡു യുവർ ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പരാജയിച്ചിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ നമ്മൾ മോട്ടിവേഷനായിട്ട് എടുക്കും. ഇതേ സാധനം തന്നെയല്ലേ മമ്മൂക്കൊരു വിജയിച്ചിരിക്കുന്ന സമയത്തും പുള്ളിക്കാരൻ ചെയ്തു. അബ്രഹാമിൻ്റെ സന്തതികൾ വിജയിച്ചിരിക്കുമ്പോൾ പുള്ളിക്കാരൻ വാസ് വർക്കിംഗ് ഫോർ ദ നെക്സ്റ്റ്. അടുത്ത സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ അന്നത്തെ ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ആ വിജയത്തിന് അടിപൊളി ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് അവിടെ പാർട്ടി കൊടുക്കുന്ന പരിപാടിയില്ല. പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് എഴുതുവാണ്, സ്വന്തം കൈപ്പടയിലിരുന്ന് എഴുതുവാണ്. ഹി വാസ് പ്രിപ്പയറിങ് ഫോർ ദ നെക്സ്റ്റ്. ഈ വിജയ പരാജയങ്ങൾ പുള്ളിക്കാരൻ ഒരു പരിധിക്ക് മുകളിൽ തലയ്ക്കകത്തെടുത്ത് വെക്കാതെ പുള്ളിക്കാരൻ ഇസ് ഓൺ എ മൂവ്, അടുത്തതിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിനകത്ത്. വി ഹാവ് ടു മൂവ് ഓൺ. ഒരു ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സിനിമാ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രൊഫഷനിലാണെങ്കിലും ഒരു പരാജയം വരുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്ക് ചെയ്യാതെ നമ്മൾ മൂവ് ഓൺ ആവണം. അപ്പോൾ നമ്മൾ വീഴുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മൾ നടന്നു പോകുന്നു, ഒരാൾ എവിടെയെങ്കിലും തട്ടി വീഴുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഞാനോ നിങ്ങളോ എല്ലാവരും വീഴാം. വീണാലേ പിച്ച വെച്ച് നടക്കുമ്പോൾ വീഴും. പക്ഷേ വീണ സ്ഥലത്ത് തന്നെ കിടക്കാൻ പാടില്ല. അവിടെ നിന്ന് നമ്മൾ തന്നെ എണിക്കാൻ പറ്റും. നമുക്ക് എണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ തന്നെ എണിക്കണം. അല്ലാണ്ട് ആരും വന്ന് നമ്മളെ കൈ പിടിച്ച് എണിപ്പിക്കും എന്ന് വിചാരിച്ചിരിക്കാനും പാടില്ല. ആ ഒരു വാശിയുഗം തന്നെയായിരുന്നോ ഈ പറഞ്ഞ 11 വർഷം ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് മലയാളത്തിലും തമിഴിലും തെലുഗുലൊക്കെ ആയിട്ട് ഇനിയും ഒരു 15, 20, 30, 40 വർഷവും ചെയ്യാനുള്ളൊരു ഡ്രൈവ് ഇത് തന്നെ ആയിരിക്കും. പിന്നെ വീഴുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ വീണ സ്ഥലത്ത് എനിക്ക് കിടക്കാൻ ഒരു താല്പര്യമില്ല. അവിടെ നിന്ന് എനിട്ട് ഞാൻ തന്നെ എൻ്റെ മേത്ത പൊടി ഞാൻ തട്ടിയിട്ട് ഞാൻ തന്നെ എനിക്ക് നടക്കും, പരിക്കെത്ര പറ്റിയാലും എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ അങ്ങനെ ആയിരിക്കണമല്ലോ. So let's be all like that. Yeah. Life has to move on.